ശ്രീ കുഞ്ഞികൃഷ്ണൻ, ഇന്നിപ്പോൾ കെ രാഗേഷിന്റെ പ്രസംഗം, പ്രതിഷേധ പ്രതികരണം അങ്ങ് കേട്ടിരിക്കുമല്ലോ. ആ പ്രസംഗം എന്തർത്ഥമാക്കുന്നു എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? കാരണം എന്തും മാന്തി എടുക്കും, ഇതിലപ്പുറം മാന്തി എടുക്കാൻ ഈ പാർട്ടിക്ക് കഴിയുമെന്ന് പറയുമ്പോൾ അത് ഒരു വെല്ലുവിളിയായിട്ടാണോ കാണുന്നതോ മാന്തി എടുത്ത് എന്തൊക്കെയോ ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന വാദമാണോ? ഈ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് രീതിയാണ്. CPM കേരളത്തിൽ പയ്യന്നൂരിൽ അനുവർത്തിക്കുന്നത് ഇതേ രീതിയാണ്. ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പയ്യന്നൂരിൽ CPMനെതിരായി അഭിപ്രായം പറയുന്ന, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ അക്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. അതിപ്പോഴും തുടരുകയാണ്. അത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇന്നത്തെ കെ രാഗേഷിൻ്റെ പ്രസംഗത്തിലൂടെ നമുക്കെല്ലാം ബോധ്യപ്പെടുന്നത്. അപ്പോൾ ജനങ്ങളെ ഭയപ്പെടുത്തുക, ആ നിലയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന പരിശോധനയാണ്, പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പഴയ കാലമല്ല, കാലം മാറിയിട്ടുണ്ട്. ഈ ഭീഷണി കൊണ്ട് ജനങ്ങളെ അകറ്റി നിർത്താൻ, ജനങ്ങളെ അവർക്ക് അനുകൂലമാക്കാൻ കഴിയില്ല എന്നത് എപ്പോൾ അവർക്ക് ബോധ്യപ്പെടും എന്നത് സംശയമാണ്. ഏതായാലും ഈ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ പയ്യന്നൂരിലെ ജനങ്ങൾ സന്നദ്ധമാകില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, പക്ഷേ മധുസൂദനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി എന്ന കാര്യം കൂടിയാണെന്ന് കെ രാഗേഷ് വിശദീകരിക്കുന്നത്. അഥവാ മധുസൂദനെ അല്ല നിർത്തിയിരുന്നത് എങ്കിൽ അങ്ങ് പറയുന്നതാണ് ശരി എന്ന് പാർട്ടി അംഗീകരിക്കുന്നതിന് തുല്യമാകും, അത് പാർട്ടിക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും തെറ്റുപറ്റിയെന്ന് നേരത്തെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അടക്കം സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അതിനെ മറികടന്ന് സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം എന്തുകൊണ്ട് കെ രാഗേഷ് നടത്തുന്നു എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം പറയുന്നതും പ്രയോഗത്തിൽ വരുത്തുന്നതും തമ്മിൽ ബന്ധമില്ലാത്ത അവസ്ഥ ഇപ്പോൾ മാത്രമല്ല CPMനെ സംബന്ധിച്ചിടത്തോളം പല കാലങ്ങളിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്ന് പരിശോധിക്കാനും ആ തെറ്റ് തിരുത്താനുമല്ലേ അവർ സന്നദ്ധമാകേണ്ടത്. പക്ഷേ അതിനല്ല അവർ ശ്രമിക്കുന്നത്, മറിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവിടെ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ കഴിയുമോ എന്ന ആലോചനയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതാണ് കെ രാഗേഷിൻ്റെ ഇന്നത്തെ പ്രസംഗത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.